ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസം പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. 3 രാജ്യങ്ങൾ ഒരുമിച്ച് അവർക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തെയും ചെറുക്കുവാൻ ഒരു സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു തീരുമാനം സമാനമായിരിക്കുന്ന ഒരു ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 5 രാജാക്കന്മാർ ഒരുമനപ്പെട്ട് മറ്റ് 4 രാജ്യങ്ങളുമായി നടക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ലോത്ത് ഉൾപ്പെടുന്ന സോദോം ഗൊമോറ ആക്രമിക്കപ്പെടുകയും ലോത്തിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശ്വാസം പ്രതിസന്ധികളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവത്തോട് ഉടമ്പടി ചെയ്ത, ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ ആ പ്രതിസന്ധികളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു സാഹചര്യമല്ല. അനേകരും ചിന്തിക്കുന്നത് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അനേകരോട് പറയുമ്പോഴും ആ നിലയിൽ പറയാറുമുണ്ട്. അതൊരു തെറ്റായ രീതിയാണ്. യേശുവിനെ പിൻപറ്റുവാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള പഠിപ്പിക്കലുകൾ യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു തെറ്റായ സുവിശേഷത്തിലേക്കാണ്. യേശുവിനെ പിൻപറ്റുവാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച അബ്രഹാമിന്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടായി. മിസ്രയീമിലേക്ക് പോയപ്പോൾ അവന്റെ ഭാഗത്ത് പരാജയങ്ങൾ ഉണ്ടായി. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെയാണ് അബ്രഹാം പ്രതികരിച്ചത്? വിശ്വാസം ധൈര്യത്തോടെ പ്രതികരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോദോമും ഗൊമോറയും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി എന്നുമുള്ളതായ വാർത്ത നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതേക്കുറിച്ച് അബ്രഹാം അറിഞ്ഞു എന്നുള്ളത് 14 നമ്മൾ വായിക്കുകയാണ്. അബ്രഹാം വർത്തമാനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? 14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അപ്പോൾ ഒന്നാമതായി ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞ അബ്രാം എങ്ങനെയാണ് പ്രതികരിച്ചത്? വളരെ മനസ്സലിവോടുകൂടെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന് വേണമെങ്കിൽ പറയായിരുന്നു, ലോത്തിന്റെ തീരുമാനമാണ് സോദോം ഗൊമോറയിലേക്ക് പോവുക എന്നുള്ളത്. അതിനകത്ത് എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, അത് ലോത്തിന്റെ തീരുമാനമാണ്. അവൻ എടുത്ത തീരുമാനം അവൻ തന്നെ അനുഭവിക്കട്ടെ. ലോത്താണ് യോർദാൻ താഴ്വരയിലേക്ക്, നീരോട്ടമുള്ള പ്രദേശത്തേക്ക് തെരഞ്ഞെടുത്തു പോയത്. ലോത്താണ് ഈ ദേശം നല്ലതെന്ന് കണ്ട് തെരഞ്ഞെടുത്തത്. എന്നിട്ടിപ്പോ എന്തായി? ലോത്താണ് സോദോമിലേക്ക് പോയത്. അവനല്ലേലും അങ്ങനെ തന്നെ വരണം. ലോത്ത് ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്നതിന്റെ കാരണം അവൻ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിച്ചതല്ലേ? അവൻ അനുഭവിക്കട്ടെ. ഈ നിലയിലൊക്കെ അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ ചിന്തകളെ ഒരിക്കലും ആ നിലയിലുള്ള ഒരു ലോക വ്യവസ്ഥിതിയുടെ ചിന്താഗതിയിലല്ല അബ്രഹാം പ്രതികരിച്ചത്. അബ്രഹാം പ്രതികരിച്ചത് ഒരു ദൈവ പൈതലിന് ചേരുന്ന നിലയിലാണ്. അബ്രഹാം ചിന്തിച്ചത് എന്താണ്? അബ്രഹാം ലോത്തിനെ ഇപ്പോൾ സഹായം ആവശ്യമുള്ള ഒരുവനായിട്ട് അബ്രഹാം കാണുവാനായിട്ടിടയായി തീർന്നു. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ സവിശേഷത. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം തൻ്റെ വിശ്വാസം അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുന്ന, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കൈനീട്ടുന്ന
ഒരു വ്യക്തിയായിട്ട് അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അത് അവന്റെ പ്രശ്നമാണെന്ന് പറയുന്നതിന് പകരം എനിക്ക് എങ്ങനെ അവനെ സഹായിക്കാം എന്ന് ചിന്തിക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് ഒരുവന്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത്? ഇവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് സഹായം ചോദിക്കുന്നത്, ഇവൻ നമ്മളെ ഊറ്റാൻ വേണ്ടിയാണ് സഹായം ചോദിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്: ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവന് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അതേ പ്രിയപ്പെട്ടവരെ, യാക്കോബ് അപ്പോസ്തലനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യം അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ സഹോദരനായ ലോത്ത് ഒരാവശ്യത്തിൽ ഇരിക്കുമ്പോൾ അബ്രഹാമിന് വേണമെങ്കിൽ അവനെ കുറ്റപ്പെടുത്തി ഇതൊന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കാമായിരുന്നു. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിലും മനസ്സലിവ് കാണിക്കുന്ന അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും ഈ നിലയിൽ നമ്മൾ പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. നാം യഥാർത്ഥമായി ആഴമേറിയ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നാം ആ നിലയിലാണോ പ്രതികരിക്കുന്നത് എന്നുള്ളത് ശാന്തമായി ശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിന്റെ പ്രത്യേകത അവിടെ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി വ്യക്തികളെ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഒരു മദ്യപാനിയെ കാണുമ്പോൾ അവൻ ഇങ്ങനെ മദ്യപിച്ച് നടന്നതുകൊണ്ടല്ലേ അവന്റെ കരൾ നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അവന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഞാൻ സഹായിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. അതൊരുപക്ഷെ ആരും കുറ്റപ്പെടുത്തുകയുമില്ല. പക്ഷെ ആ പ്രശ്നത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം, അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ചിലപ്പോഴൊക്കെ ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ നടുവിൽ, നമ്മുടെ കാതുകളിൽ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള വർത്തമാനം എത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാനിടയാകുന്നത്? കാരണം അതിന്റെ ഉത്തരം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് കൊണ്ടാണ്. നാം അതോട് പ്രതികരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ടിടയായി തീരട്ടെ. ഒരു ഇടയൻ ഒരിക്കലും ഒരാടൊരു അപകടത്തിലാണെന്നറിഞ്ഞാൽ അവൻ വഴിതെറ്റിപ്പോയതല്ലേ എന്ന് ചിന്തിക്കുകയില്ല. ദ ഷെപ്പേർഡ് ഗോസ് ആഫ്റ്റർ ഇറ്റ്. ഇടയൻ ആ ആടിന്റെ പുറകെ പോകും, ആ ഇടയൻ ആടിനെ തേടിപ്പോകും. വേദപുസ്തകം പറയുന്നത് പോലെ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്ന ഒരു ഇടയനെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് don't let someone's past mistake prevent you from showing present compassion. ആരുടെയും കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളെ, വീഴ്ചകളെ നോക്കിയിട്ട് നമ്മൾ ഇന്ന് മനസ്സലിവ് കാണിക്കാതിരിക്കരുത്. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ മനസ്സലിവുള്ളവരാണോ എന്നുള്ളത് ഒരിക്കൽ കൂടെ ശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി, വിശ്വാസം എങ്ങനെയാണ് പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നത്? വിശ്വാസം ധൈര്യപൂർവം പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 15ഉം 16ഉം വാക്യങ്ങളിൽ ഈ 318 പേരുമായി അബ്രാം യാത്ര ആരംഭിക്കുകയാണ്. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മേശെക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. ഇവിടെ അബ്രഹാമിന്റെ കൂടെ അഭ്യാസികളായിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ഈ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയ രാജാക്കന്മാരെ പിന്തുടരുകയാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫെയ്ത്ത് ഈസ് നോട്ട് പാസീവ്, ഫെയ്ത്ത് ഈസ് ആക്റ്റീവ്. വിശ്വാസം ഒരിക്കലും നിഷ്ക്രിയമായിരിക്കുകയില്ല. വിശ്വാസം എപ്പോഴും സജീവമായ പ്രവർത്തനമാണ്. എന്താണ് അതിന്റെ അർത്ഥം?
വിശ്വാസിയുടെ ജീവിതം ദൈവം എല്ലാം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അലസമായിരിക്കുന്ന ഒരു അവസ്ഥയല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെ സജീവമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കുക മാത്രമല്ല, അതിനകത്ത് ഞാനും സജീവമായി പ്രവർത്തിക്കണം. ധൈര്യത്തോടെ. കറേജ് മീൻസ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ഡെസ്പൈറ്റ് ഫിയർ. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടുന്നത് ചെയ്യാതിരിക്കുകയല്ല, ശരിയായ കാര്യം ഞാൻ ചെയ്യാതിരിക്കുകയല്ല. വിശ്വാസത്തെ നിഷ്ക്രിയത്വം എന്ന് തെറ്റിദ്ധരിക്കുന്നത് അബദ്ധമാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ടല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം. പഠിക്കാതെ ദൈവമേ നീ എനിക്ക് മാർക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വാസ ജീവിതമല്ല. ഫെയ്ത്ത് ഈസ് നോട്ട് പാസീവ്. ശരിയായ കാര്യം ചെയ്യുന്നതാണ് പഠിക്കുക എന്നുള്ളത്. ഫെയ്ത്ത് ഡസ് നോട്ട് മിയർലി സീ ദ പ്രോബ്ലം. വിശ്വാസം പ്രശ്നത്തെ മാത്രം കാണുകയല്ല, ആ പ്രശ്നത്തെ മറികടക്കാനുള്ള ചുവടുകൾ, അനുസരണത്തിന്റെ ചുവടുകൾ മുന്നോട്ട് എടുത്തു വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കണം. ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒട്ടും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് വിശ്വാസമല്ല. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. ദൈവത്തെ ആശ്രയിക്കണം, എന്നിട്ട് അനുസരിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കണം, ദൈവത്തെ അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഭയമില്ല. ധൈര്യം എന്ന് പറയുന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല. ധൈര്യം എന്ന് പറയുന്നത് ഭയത്തെ മറികടക്കുന്നതാണ്. ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ഡെസ്പൈറ്റ് ദ പ്രസൻസ് ഓഫ് ഫിയർ. ഭയമുള്ളപ്പോൾ തന്നെ ധൈര്യത്തോടെ ആ ശരിയായ കാര്യം ചെയ്യുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഭയമല്ല. ഭയത്തെ മറികടക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രതിസന്ധികൾ വരുമ്പോൾ നാം ചോദിക്കേണ്ടത് എന്താണ്? എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ആർക്കാണ് എൻ്റെ സഹായം ആവശ്യമുള്ളത്? ഞാൻ ഇനി എന്ത് സ്റ്റെപ്പാണ് എടുത്തു വെക്കേണ്ടത്? ദൈവം എന്നോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ ഒരിക്കലും പെർഫെക്റ്റായ പ്രവർത്തിക്കാൻ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. വിശ്വാസം എന്ത് ചെയ്യുമെന്നറിയാമോ? അടുത്ത ചുവടുകൾ എടുത്തു വെക്കാനായിട്ടിടയായിത്തീരും. Faith takes the next obedient step. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഗൗരവത്തോടെ പരിശോധിക്കാം. The value of the person inside a burning building is greater than the fear of a firefighter. ഒരു കെട്ടിടത്തിന് തീ പിടിക്കുമ്പോൾ ആ തീ അണയ്ക്കാനായിട്ട് വരുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ട്. അവൻ ഒരുപക്ഷെ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് എന്തുകൊണ്ടാണ് കയറി ചെന്ന് ആ തീപിടുത്തത്തിൽ അകപ്പെട്ട ആ വ്യക്തിയെ അകത്തുനിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നത് ചോദിച്ചാൽ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഹൃദയത്തിലും വലിയ പേടിയുണ്ട്. അയ്യോ, ഞാൻ ഈ തീപിടുത്തത്തിൽ മരിക്കുമോ? ഭയവും ആശങ്കകളും ഒക്കെ കടന്നു വരാം. എന്നാൽ അകത്ത് ഒരു മനുഷ്യനുണ്ട്. സർവ്വലോകത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവ് അകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ശരിയായ നിലയിൽ ധൈര്യത്തോടെ പ്രതികരിക്കുവാൻ ശക്തീകരിച്ചത്. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെയും ശക്തീകരിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും പാസീവായിരിക്കുകയില്ല, ധൈര്യത്തോടെ പ്രതികരിക്കും. മൂന്നാമതായി, വിശ്വാസം പ്രതിസന്ധിയോട് പ്രതികരിക്കുന്നത് ജ്ഞാനത്തോടെ പ്രതികരിക്കും. അവിടെ നാം കാണേണ്ടുന്ന ഒരു കാര്യം, അബ്രഹാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സൈന്യത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് അബ്രഹാം യുദ്ധത്തിനായിട്ട് പോകുന്നത്. കാരണം തനിക്ക് നേരിടുവാനുള്ളത് ഒരു വലിയ സൈന്യത്തെയാണ്. 5 രാജാക്കന്മാർ ഒരുമിച്ച് യുദ്ധം ചെയ്യുകയാണ്. മറുവശത്ത് 4 രാജാക്കന്മാരാണ്. അവർക്കെതിരെ പോരാടി ജയിക്കേണ്ടതുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അബ്രഹാമിന് അത്ര വലിയൊരു സൈന്യമൊന്നും അല്ല നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ തൻ്റെ കയ്യിലുള്ള
ആ ചെറിയ സൈന്യത്തെ കൊണ്ട് വളരെ ബുദ്ധിപൂർവം അബ്രഹാം പ്രവർത്തിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത്, ബുദ്ധിയെയും വിശ്വാസത്തെയും ഒരുമിച്ച് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. പക്ഷേ വേദപുസ്തകം എങ്ങനെയാ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദൈവം തന്റെ അദൃശ്യ ലക്ഷണങ്ങളെ ബുദ്ധിക്ക് തെളിവായിട്ടാണ് വെളിപ്പെടുത്തിയത് എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വാസത്തെ ബുദ്ധിക്കെതിരായിട്ടല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം യുക്തിഹീനമല്ല. യുക്തിക്ക് ഒരു പക്ഷെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലായിരിക്കാം, യുക്തിക്ക് അതീതമായിരിക്കാം, പക്ഷേ ഒരിക്കലും യുക്തിക്കെതിരല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല. അതുകൊണ്ട് വിശ്വാസവും ബുദ്ധിയും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല. വിശ്വാസം എന്ത് ചെയ്യുമെന്നറിയാവോ? ജ്ഞാനത്തോടെ പ്രവർത്തിക്കും. എന്താണ് ആ ജ്ഞാനം? അത് ദൈവവചനത്തിന്റെ പ്രായോഗികതയാണ്. അതിനെയാണ് നമ്മൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ബുദ്ധിഹീനരാകാനല്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരണം നാം ജ്ഞാനം ഉപയോഗിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത് ഈസ് നോട്ട് റെക്ലെസ്നെസ്. ചിന്താശൂന്യരാകുന്നതല്ല ബൈബിളിലെ വിശ്വാസം. അബ്രഹാം ഇവിടെ വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണ്. ധൈര്യം മാത്രമല്ല, ജ്ഞാനം. ഞാൻ ഇങ്ങനെ പറയട്ടെ, pray as though everything depends on God. Work faithfully because God has given you responsibility. നാം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാമോ? ഇതിന്റെ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പാസീവ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക എന്ന് ചോദിച്ചാൽ, നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലല്ലാതെ ഇതിന് പരിഹാരമില്ല എന്ന നിലയിൽ പ്രാർത്ഥിക്കണം. എന്നാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാമോ? ദൈവം ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ തിരുവചനത്തിൽ നെഹമ്യാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യെരുശലേമിന്റെ മതിലുകൾ പണിയുകയാണ്. ഇടിഞ്ഞു കിടക്കുന്ന, തീ വെച്ച് ചുട്ടുകിടക്കുന്ന മതിലുകൾ പണിയുകയാണ്, വാതിലുകൾ പണിയുകയാണ്. അങ്ങനെ പണിയുമ്പോൾ അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. രാവും പകലും കാവൽക്കാരെ ആക്കി വെച്ചു. സൻബല്ലത്തും തോബിയാവും ഈ മതിലുകളെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ദൂതന്മാര് കാവൽ ചെയ്യട്ടെ എന്ന് കരുതി അവർ കിടന്നുറങ്ങിയില്ല. അവരെന്ത് ചെയ്തെന്നറിയാമോ? രാവും പകലും കാവലും നിന്നു. ഒരു വശത്ത് ശക്തമായ പ്രാർത്ഥന, മറുവശത്ത് ശക്തമായ പ്രവർത്തനം. ദൈവം മിഷണറിമാരെയൊക്കെ അയക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നത് നാം ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവം അതിനകത്ത് വഴികളെ ഒരുക്കും. നാം ശക്തമായി പ്രവർത്തിക്കണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമായിട്ടുണ്ട്. വിശ്വാസം ഒരിക്കലും ജ്ഞാനത്തെ ഒഴിവാക്കുന്നില്ല. ഇറ്റ് യൂസസ് വിസ്ഡം അണ്ടർ ഗോഡ്സ് ഡയറക്ഷൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോകാൻ ജ്ഞാനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആ നിലയിൽ നാം ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് ഇടയായി തീരട്ടെ. 4-മതായി, ഫെയ്ത്ത് ഗീവ്സ് ഗോഡ് ദ ഗ്ലോറി. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസം ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ അബ്രഹാം യുദ്ധത്തിൽ ജയിച്ചു, മടങ്ങി വരികയാണ്. ലോത്തിനെയും സ്വതന്ത്രനാക്കി
മടങ്ങി വരുമ്പോ ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. 20-ാം വാക്യത്തിൽ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇവിടെ മൽക്കീസദേക്ക് അബ്രാമിനെ എതിരേറ്റു വന്നിട്ട് അബ്രാം അവനോട് പറയുകയാണ്, നിനക്ക് ഈ യുദ്ധത്തിൽ വിജയം നൽകിയ ദൈവം. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആരാണ് യുദ്ധം ചെയ്തത്? 318 അഭ്യാസികളുമായി പോയത് അബ്രഹാമാണ്. അബ്രഹാമാണ് ധൈര്യം കാണിച്ചത്. അബ്രഹാമാണ് വളരെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്തത്. അബ്രഹാമാണ് ശത്രുക്കളെ പിന്തുടർന്നത്. പക്ഷെ അവസാനം യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോ മൽക്കീസദേക്ക് പറയുകയാണ്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്വാസത്തിന്റെ സവിശേഷത. ഗോഡ് ഗേവ് ദ വിക്ടറി. ദൈവമാണ് എനിക്ക് ജയം നൽകിയത്. ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. ദൈവമാണ് എനിക്ക് ശുശ്രൂഷ നൽകിയത്. ദൈവമാണ് എന്നെ ഉപയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ദൈവ പൈതലിന്റെ മനോഭാവം. അബ്രഹാം വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാം അവിടെ ഇത് പറഞ്ഞ മൽക്കീസദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് എഴുതിയിരിക്കുകയാണ്. കാരണം എന്താ? മൽക്കീസദേക്ക് പറഞ്ഞത് കേട്ട് അബ്രഹാം പിണങ്ങിപ്പോവുകയല്ല ചെയ്തത്. അബ്രഹാമും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അബ്രഹാമും അത് തന്നെയാണ് ഏറ്റുപറയുന്നത്. അതുകൊണ്ടാണ് തനിക്ക് ലഭിച്ച സകലത്തിലും അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടിടയായി തീരണം. നമുക്കറിയാം 2020 കോവിഡിന്റെ വർഷമായിരുന്നു. കോവിഡ് തുടങ്ങുന്നത് ആ വർഷമാണ്. 19 തുടങ്ങി 2020 കേരളത്തിലൊക്കെ കോവിഡ് വളരെ ശക്തമായി വരുന്നത്. ആ കോവിഡ് വളരെ ശക്തിയായപ്പോ ഹോസ്പിറ്റലിലൊക്കെ ആളുകളെ അഡ്മിറ്റ് ചെയ്ത് കോവിഡ് 10, 15, 20 ദിവസമൊക്കെ ആളുകൾ ആശുപത്രിയിൽ തന്നെ കിടന്നു. അതിലാദ്യമായി കോവിഡ് വന്ന ആള് സൗഖ്യമായി പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ പത്രക്കാർ അദ്ദേഹത്തിന്റെ അടുക്ക ചെന്ന് കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവ് എന്നെ സൗഖ്യമാക്കി, കർത്താവ് എന്നെ വിടുവിച്ചു. അവര് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോ ആ സമയത്ത് ചില നിരീശ്വരവാദികൾ പറഞ്ഞു, ഈ ചികിത്സിച്ചത് MBBS-ഉം MD-യും കഴിഞ്ഞ ഡോക്ടർമാര്, ശുശ്രൂഷിച്ചത് നേഴ്സുമാര്, കഴിച്ചത് ആധുനിക വൈദ്യം, മരുന്നുകളാ കഴിച്ചത്. പക്ഷെ ഇപ്പൊ മഹത്വം മുഴുവൻ ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. അവര് കളിയാക്കി, അവര് പരിഹസിച്ചു. പക്ഷെ ഒരു ദൈവവൈതലിനൊരു കാര്യം അറിയാം, ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കാനേ കഴിയൂ, സൗഖ്യമാക്കുന്നത് ദൈവമാണ്. ഡോക്ടർക്ക് മരുന്ന് തരാനേ കഴിയൂ, വിടുവിക്കുന്നത് എന്റെ ജീവനുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസത്തിന്റെ വഴി. നീ ആയിരിക്കും കഠിനാധ്വാനം ചെയ്ത് പഠിച്ചത്, പക്ഷേ പഠിക്കാൻ നിന്നെ സഹായിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കുന്നു, പക്ഷെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നടുന്നത് പൗലോസായിരിക്കാം, നനയ്ക്കുന്നത് അപ്പല്ലോസായിരിക്കാം, വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷയും അങ്ങനെ തന്നെയാ പ്രിയപ്പെട്ടവരെ. ഞാൻ അധ്വാനിച്ചത് കൊണ്ട് ശുശ്രൂഷ വളരുകയില്ല, ഞാൻ നട്ടത് കൊണ്ടും നനച്ചത് കൊണ്ടും വളരുകയില്ല. ദൈവം വളരുമാറാക്കിയില്ലെങ്കിൽ ഹല്ലേലൂയ, എത്ര നന്നായി പ്രസംഗിച്ചാലും എത്ര നന്നായി ശുശ്രൂഷിച്ചാലും വളരുമാറാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിജയത്തിന്റെ ഉറവിടം ദൈവമാണെന്ന് വിശ്വാസം എപ്പോഴും അങ്ങനെ പറയുക. ദൈവമാണ് എനിക്ക് ജയം തന്നത്, ദൈവമാണ് എനിക്ക് ജയം തന്നത്. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആ നിലയിൽ പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. വിജയം വരുമ്പോ ഒരിക്കലും പറയരുത്, യെസ് ഞാനത് നേടിയെടുത്തു. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാ? ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ എടുക്കരുത്, ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. ദൈവം എന്താ ചെയ്തത്?
ജോലി ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ പേശികളെ, അല്ലേ, നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലോ, ഇന്ന് വരുന്നില്ല, നടുവെട്ടി കിടക്കുക. ഒന്ന് കുനിഞ്ഞപ്പോ നടുവെട്ടിയതാ, മതി, അതോടെ തീർന്നു. ഒന്ന് ചുമച്ചപ്പോ തൊണ്ടയടഞ്ഞതാ, പ്രസംഗിക്കാൻ മേല, തീർന്നു, എല്ലാം അവസാനിച്ചു. ദൈവത്തിനാണ് മഹത്വം, ദൈവത്തിനാണ് എല്ലാ പുകഴ്ചയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ഓർക്കണം, സക്സസ് ഷുഡ് പ്രൊഡ്യൂസ് വർഷിപ്പ്, നോട്ട് പ്രൈഡ്. നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആരാധനയായിട്ടാണ് മാറേണ്ടത്, അല്ലാതെ എന്നോട് കളിക്കാൻ ആരുണ്ടെന്ന് ചിന്തിക്കുകയല്ല, ഞാൻ അത്ര ചില്ലറക്കാരനല്ലെന്ന് ചിന്തിക്കുകയല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തെ ആരാധിക്കണം. അതാണ് വിശ്വാസത്തിന്റെ വഴി. അഞ്ചാമതായി, ഫെയ്ത്ത് റിഫ്യൂസസ് കോംപ്രമൈസ്. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് എന്താ പറഞ്ഞത്? ഇവിടെയാണ് വിശ്വാസത്തിൽ ഒരു വലിയ കാൽവെപ്പ് അബ്രാം നടത്തുന്നത്. അബ്രാം പറഞ്ഞു, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഉന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേകർ എസ്കോൽ മുതൽ മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ, ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. സോദോം രാജാവ് അബ്രാം ഇത്രയൊക്കെ ചെയ്തതല്ലേ? ലോത്തിനെ രക്ഷിച്ച കൂട്ടത്തിൽ സോദോം രാജാവിൻ രക്ഷപ്പെട്ട് കാണും, സോദോം രാജാവിന്റെ അനുയായികളും രക്ഷപ്പെട്ട് കാണും. പ്രിയപ്പെട്ടവരെ, അബ്രാമിനോട് പറഞ്ഞു, നീ കുറച്ച് സമ്പത്ത് എടുത്തോ, കൊള്ളയിൽ കിട്ടിയതൊക്കെ നിനക്കും അതിനകത്ത് പങ്കുണ്ട്. പക്ഷേ അബ്രാം പറയുകയാണ്, എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ ഒരു ചെരുപ്പിന്റെ വാറ് പോലും വേണ്ട. കാര്യം എന്നാ? എനിക്ക് ജയം തന്നത് ദൈവമാണെങ്കിൽ എന്നെ വളരുമാറാക്കുന്നതും ദൈവമാണ്. ഡോണ്ട് ട്രേഡ് സ്പിരിച്വൽ ഇന്റഗ്രിറ്റി. ലോകപ്രകാരമുള്ള നന്മകൾ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ആത്മീകമായിരിക്കുന്ന പ്രാഗൽഭ്യത്തെ വിറ്റുകളയരുത്. നമുക്കൊരു ആത്മീയ പ്രാഗൽഭ്യമുണ്ട്, നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പൗലോസ് രാജാവിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷിയുള്ളവനാണ്. പൗലോസിന് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞു 24-ാമത്തെ അധ്യായത്തിൽ, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി. ഇത് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യരുത്. വിശ്വാസ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഒരല്പം പണത്തിന് വേണ്ടി ആരുടെയും മുമ്പിൽ നിന്റെ വിശ്വാസ ജീവിതത്തെ വിറ്റുകളയരുത്. അവിടെയാണ് യേശാവ് വിറ്റുകളഞ്ഞത്. തൻ്റെ ആദ്യജാതൻ എന്ന അവകാശത്തെ വിറ്റുകളഞ്ഞത് അവിടെയാണ്. ഒരു നേരത്തെ പായസത്തിന് വേണ്ടി തൻ്റെ അവകാശത്തെ വിറ്റുകളഞ്ഞു. നോട്ട് എവരി ഓപ്പർച്യൂണിറ്റി ഈസ് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ അവസരങ്ങളും ദൈവം നൽകുന്ന അവസരങ്ങളല്ല. എല്ലാ ലാഭവും അത് നിനക്ക് അവകാശപ്പെട്ടതുമല്ല. എല്ലാ തുറന്ന വാതിലും നീ പ്രവേശിക്കേണ്ട വാതിലുമല്ല. പ്രിയപ്പെട്ട ദൈവത്തിലെ, നിന്റെ ജീവിതത്തിൽ തുറന്നു കിടക്കുന്നതെല്ലാം നിന്റേതാണെന്ന് വിചാരിക്കരുത്. അടഞ്ഞു കിടക്കുന്ന ഒന്നും നിന്റേതല്ലെന്നും നീ വിചാരിക്കേണ്ടതില്ല. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ ദൈവം മതിയായവനാണ്. തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും നിനക്കുള്ളതല്ല എന്നും നീ തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് വിശ്വാസത്തെ വിറ്റുകളയരുത്, നിന്റെ പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. വിശ്വാസ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുവാനായിട്ടിടയാകട്ടെ. നെവർ ഗെയിൻ മെറ്റീരിയലി വാട്ട് യു മസ്റ്റ് ലോസ് സ്പിരിച്വലി. ആത്മീയമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായി ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം. ഇന്നലെയും നമ്മളതാണല്ലോ ചിന്തിച്ചത്. ദൈവം സഹായിക്കട്ടെ. 5 പ്രതികരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണ്? 1, വിശ്വാസം മനസ്സലിവോടെ പ്രതികരിക്കും. 2, വിശ്വാസം ധൈര്യത്തോടെ പ്രവർത്തിക്കും. 3, വിശ്വാസം ജ്ഞാനത്തോടെ ഇടപെടും. 4, വിശ്വാസം ദൈവത്തിന് മഹത്വം കൊടുക്കും. 5, വിശ്വാസം
വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കും. ഇവിടെ യേശു ക്രിസ്തുവിങ്കിലേക്ക് അബ്രഹാം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. അബ്രഹാം പറയുന്നത്, അബ്രഹാം ലോത്തിനെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ യേശു കർത്താവ് പാപികളായ നമ്മെ വീണ്ടെടുത്തു. അബ്രഹാം തന്റെ ജീവൻ പണയം വെച്ച് ലോത്തിനെ രക്ഷിച്ചതുപോലെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ ജീവനെ തന്നുകൊണ്ട് നമ്മെ രക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. കർത്താവിന്റെ ആ ജയം, കർത്താവിന്റെ ജയം പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലുമുള്ള എന്നേക്കുമുള്ള ഒരു ജയമായിരുന്നു. അതെ, അബ്രഹാം നമ്മളോട് ഇന്ന് രാവിലെ പറയുന്ന ഒരു സന്ദേശം അതാണ്. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര വലിയ രാജാക്കന്മാർ എതിര് നിന്നാലും നിന്നെ രക്ഷിപ്പാൻ മതിയായ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. പാപം എത്ര കടുഞ്ചുമപ്പായാലും നീ സോദോമിന്റെ ആ പാപപങ്കിലമായ കിടക്കയിലാണെങ്കിലും അവിടെ നിന്നും നിന്നെ രക്ഷിക്കാൻ മതിയായ ഒരു ദൈവത്തെയാണ് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഉൽപ്പത്തി 14 അധ്യായം ആരംഭിക്കുന്നത് ഒരു യുദ്ധത്തോടെയാണെങ്കിൽ, ബിഗിൻസ് വിത്ത് എ വാർ, എൻഡ്സ് വിത്ത് എ വർഷിപ്പ്. ബിഗിൻസ് വിത്ത് ക്യാപ്റ്റിവിറ്റി ആൻഡ് എൻഡ്സ് വിത്ത് ഡെലിവറൻസ്. ബന്ധനസ്ഥനായിരിക്കുന്ന ലോത്തിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ വിടുവിക്കപ്പെട്ട ലോത്തിനെയാണ് അവസാനം കാണുന്നത്. ഒരു പ്രതിസന്ധിയോടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ജയത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളുടെ നടുവിൽ മനസ്സലിവ് കാണിക്കുമോ? അപകടം വരുമ്പോൾ ധൈര്യം കാണിക്കുമോ? തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുമോ? ജീവിതത്തിൽ വിജയം വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് വിശ്വാസ ജീവിതത്തിൽ പുറകോട്ട് പോകുമോ? ഗൗരവമായി നമുക്ക് പരിശോധിക്കാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.